വെൽക്കം ബാക്ക് ടു എഡ്യൂവാലെ 2.0. +1 ബിസിനസ് സ്റ്റഡീസ് എക്സാം ആണ് 7th നമ്മൾ മാർച്ച് 7th നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് എക്സാം ഒക്കെ കഴിഞ്ഞ് വന്ന് ഇനി ബിസിനസ് സ്റ്റഡീസ് പഠിക്കാൻ പോവാണ് അല്ലേ. സോ +1 ബിസിനസ് സ്റ്റഡീസ് പഠിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസമാണ് നമുക്കുള്ളത്. ഇന്നിപ്പോൾ 5-ാം തീയതിയാണ്, നാളെ 6-ാം തീയതി 7-ാം തീയതിയാണ് പരീക്ഷ. ഒരു ദിവസം കൊണ്ട് 11 പാഠങ്ങളും നമുക്ക് കവർ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി കുത്തിയിരുന്ന് പഠിക്കാനുള്ള ടൈം വളരെയധികം കുറവാണ്. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓരോ ചാപ്റ്റർ വെയിറ്റേജസും നിങ്ങൾ ഏത് മുതൽ എങ്ങനെ ഓർഡറിൽ പഠിക്കണം, ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ബിസിനസ് സ്റ്റഡീസ് കയ്യിൽ ഒതുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം എഴുതിയിരിക്കുന്നത് ഓരോ ചാപ്റ്റർ നെയിമും വിത്ത് അവരുടെ വെയിറ്റേജസ് ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ്, ട്രേഡ്, കൊമേഴ്സ് 10 മാർക്കോളം നമുക്ക് അതിന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ 14 മാർക്കിൻ്റെ വെയിറ്റേജ് അവിടെ ഉണ്ട്. ദെൻ പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എൻ്റർപ്രൈസസ് 9 മാർക്കിൻ്റെ വെയിറ്റേജ് അവിടെ ഉണ്ട്. ബിസിനസ് സർവീസസ് എഗെയിൻ 10 എബവ് അല്ലേ, 10 മാർക്കിൻ്റെ എബവ് നമുക്ക് ചോദ്യം ചോദിക്കുന്ന അടുത്ത ചാപ്റ്ററുകളായത്. പിന്നെ എമർജിംഗ് മോഡ് ഓഫ് ബിസിനസ് 6 മാർക്ക്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് 8 മാർക്ക് അപ്പോൾ ചാപ്റ്റർ. 7ാമത്തെ പാഠം ഫോർമേഷൻ ഓഫ് എ കമ്പനി 9 മാർക്ക്. സോഴ്സസ് ഓഫ് ബിസിനസ് ഫൈനാൻസ് 10 മാർക്ക്. കണ്ടപ്പോൾ മിസ് ഇടണത് ഒരു 10-11 മാർക്കിനുള്ള ടിക്ക് മാർക്കാണ് കേട്ടോ ഇടുന്നത്. ദെൻ പിന്നീട് നമുക്കുള്ളത് MSMEയുടെ പാഠം. MSME എന്ന് പറയുമ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് കേട്ടോ. അതിൻ്റെ പേര് പല ടെക്സ്റ്റ് ബുക്കുകളിൽ വ്യത്യാസമുണ്ട്. അതിൽ 5 മാർക്ക്. ഇൻ്റർനാഷണൽ ട്രേഡ് എഗെയിൻ 11th മാർക്ക്. ആൻഡ് ഇന്റേണൽ ട്രേഡ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് വെയിറ്റേജസ് ആയിരുന്നില്ല. അപ്പോൾ എല്ലാ വെയിറ്റേജസും നമ്മൾ നോക്കി. വെയിറ്റേജ് എന്ന് വെച്ചാൽ എന്താ, ഓരോ ചാപ്റ്ററും എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും അതേപോലെ ബിസിനസ് സർവീസസ്, ദെൻ നമുക്ക് പിന്നീടുള്ളത് ഇൻറ്റേർണൽ ട്രേഡ് 3 പാഠങ്ങളാണ്. അതായത് ഒന്ന് ചാപ്റ്റർ നമ്പർ 2, ചാപ്റ്റർ നമ്പർ 4 ആൻഡ് ചാപ്റ്റർ നമ്പർ 10, ചാപ്റ്റർ നമ്പർ 1. കണ്ടോ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ബിസിനസ് എന്താണ്, അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ. ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ബിസിനസ് സർവീസസ്, സോഴ്സ് ഓഫ് ബിസിനസ് ഫൈനാൻസ്, അതും കൂടി ഇടുന്നുണ്ട് 10 മാർക്കിനെയാണ്. ചാപ്റ്റർ നമ്പർ 8. ഇത്രയും പാഠങ്ങളാണ് ഏറ്റവും അധികം നമുക്ക് വെയിറ്റേജസ് വരുന്ന പാഠങ്ങൾ. ഇതിൽ നിന്ന് നമുക്ക് സെക്കൻഡ് സെക്ഷൻ ആക്കിയിട്ട് നമുക്ക് ചാപ്റ്റർ നമ്പർ 7, ദെൻ ചാപ്റ്റർ നമ്പർ 7th കഴിഞ്ഞാൽ ദെൻ ചാപ്റ്റർ നമ്പർ 7 കഴിഞ്ഞു. ദെൻ നമ്മളെ പ്രൈവറ്റ് ചാപ്റ്റർ നമ്പർ 3, ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് 3 and 6 and 11. ഓക്കെ, പിന്നീട് നമുക്ക് ഒരു 9-8 റേഞ്ചിലെത്തുന്നത് അടുത്ത 4 ചാപ്റ്റേഴ്സാണ്. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ചാപ്റ്റർ നമ്പർ 9. അത് അധികം ഇമ്പോർട്ടൻസ് ഇല്ല. ദെൻ എമർജിംഗ് മോഡ് ഓഫ് ചാപ്റ്റർ നമ്പർ 5. ദെൻ പിന്നീട് പ്രൈവറ്റ് പബ്ലിക് എല്ലാം നമ്മൾ കവർ ചെയ്തു, എമർജിംഗ് മോഡ്. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് 6 നമ്മൾ ഓൾറെഡി എടുത്തു. MSME 9th ചാപ്റ്റർ, 5th ചാപ്റ്റർ. ഇപ്പം നമുക്കുള്ള ഈ 11 പാഠങ്ങളിൽ ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 5 പാഠങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ചിലപ്പോൾ പഠിക്കാനായിട്ട്. ഇപ്പോൾ ചാപ്റ്റർ നമ്പർ 10 നമ്മൾ ഇന്റേണൽ ട്രേഡൊക്കെ നല്ല രീതിയിൽ പേജസ് ഉണ്ട് പഠിക്കാൻ. പക്ഷേ ചാപ്റ്റർ നമ്പർ 1ഉം അതുപോലെ തന്നെ ചാപ്റ്റർ നമ്പർ 4ഒക്കെ ഇതേ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും കൂടി എല്ലാ ടോപ്പിക്സുകളും വളരെയധികം നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ 5 ചാപ്റ്റേഴ്സ് പഠിക്കണം. ഈ 5 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ പെട്ടു, നമ്മുടെ ചാപ്റ്റർ നമ്പർ 2, 4, 1, 8 and 10. പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു 4 ചാപ്റ്റേഴ്സാണ്. 4 ചാപ്റ്റേഴ്സിൽ നമ്മുടെ 7, 3, 6, 11. പിന്നീട് നിങ്ങൾ നോക്കേണ്ടത് ബാക്കിയുള്ള 2 ചാപ്റ്റേഴ്സ്. ഈ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ എന്ത് പഠിക്കാനായിട്ട് ഒരൊറ്റ ദിവസം ഇരിക്കാം. അപ്പോൾ ഒരു പാഠത്തുമ്പോൾ തന്നെ ഒരു ദിവസം ഇരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യാം, മിസ് ചാപ്റ്റർ വൈസ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട 10 മാർക്ക് 10 ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് ആദ്യം നിങ്ങൾ പോയി പഠിക്കാം. ഇപ്പോൾ ഈ ചാപ്റ്റർ വൈസ് ഓർഡർ ഇതാണ്. ആദ്യം നിങ്ങൾ ഈ 5 പാഠം പഠിക്കാം, പിന്നെ നിങ്ങൾ ഈ 4 പാഠം, പിന്നെ നിങ്ങൾ ഈ 2 പാഠം. ഇതാണ് ചാപ്റ്റർ വൈസ് പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ചാപ്റ്റർ വൈസ് അവിടെ കഴിഞ്ഞു. ഇനി ചാപ്റ്റർ വൈസ് അല്ലാതെ ചില സ്റ്റുഡൻസ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലേക്ക് നമുക്ക് പോകാനായിട്ടുണ്ട്. ദാറ്റ് ഈസ് മാർക്ക് അടിസ്ഥാനത്തിൽ അക്കോർഡിംഗ് ടു മാർക്സ് നമ്മൾ ആദ്യം നോക്കുന്നത് essay ക്വസ്റ്റ്യൻസ് ആണ്. essay ക്വസ്റ്റ്യൻസ് വിത്ത് 8 മാർക്സ്. 8 മാർക്സിൻ്റെ essay ക്വസ്റ്റ്യൻസ് മിസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിന് ശേഷം തൊട്ട് പിന്നാലെ 2 വീഡിയോ ഒരുമിച്ചാണ് ലീക്ക് ഔട്ട് ആക്കുന്നത്. ഇതിൽ നമ്മൾ 10
10 ക്വസ്റ്റ്യൻസ് 10 essay ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അത് 8 മാർക്കിന് മാത്രമല്ല 5 മാർക്കിനും ഇടും. അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ ഒരു ഏകദേശം എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടി. പിന്നീട് വേണം നിങ്ങൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജസ് നോക്കിയിട്ട് പഠിക്കാനായിട്ട്. ഇങ്ങനെ ഓരോ പാഠം വെച്ചിട്ടും ഓരോ മാർക്ക് അടിസ്ഥാനത്തിലും പഠിച്ചാലാണ് നമുക്ക് ആ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് 10 essay ക്വസ്റ്റ്യൻസ്. 10 essay ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 80 മാർക്ക് എന്നല്ല, 8 മാർക്കിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള 10 ക്വസ്റ്റ്യൻസ് മിസ് ഇട്ടിട്ടുണ്ട്. ഇതിലെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ 16 മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി സേഫായി. ഇതിൽ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. അതിനുശേഷം നമ്മൾ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയ 5 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമ്മൾ ഈ 8 മാർക്കിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ 10 ചോദ്യം പഠിക്കുക എന്നുള്ളത് നിങ്ങൾ 16 മാർക്കിന് വേണ്ടി ആയിരിക്കില്ല. കാരണം അതൊരു എങ്ങനെയും ഒരു 40-45 മാർക്കിൻ്റെ കണ്ടന്റുകൾ അതിലുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഓർഡറിൽ പഠിക്കുക. അതിനുശേഷം നമ്മൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജസ് നോക്കിയിട്ട് പഠിക്കുക. 1-ാം പാഠവും 14 നമ്മുടെ 1, 2 അതുപോലെ തന്നെ 4, 10, 8, 11 ഈ ചാപ്റ്റേഴ്സ് ഒന്നും ഒരിക്കലും വിടരുത്. അതായത് ഒരിക്കലും വിടരുത്. നിങ്ങൾ വേറെ ഏത് ചാപ്റ്റേഴ്സ് വിട്ടാലും വേണ്ടല്ലോ, ഈ പാഠങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ചാപ്റ്റർ നമ്പർ 1, 2, 4, 8, 10 1, 2, 4, 8, 10 ഈ പാഠങ്ങൾ നല്ലപോലെ പഠിക്കുക. എത്രയും വേഗം പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് വൈസ് നോക്കുക, essay ക്വസ്റ്റ്യൻസ് നോക്കുക. മിസ്സിൻ്റെ വീഡിയോസ് നമ്മൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജസ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വേഗം പോയിട്ട് ബിസിനസ് സ്റ്റഡീസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നാളെ ഒരു റിവിഷൻ്റെ ഒരു ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുന്നത് നമ്മൾ നാളെ ഒരു ഈവനിങ് ആകുമ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്കൊന്ന് ഓർമ്മ പുതുക്കാനും ഇമ്പോർട്ടൻസ് അറിയാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.